അപ്പോൾ കൂട്ടുകാരെ, കോവക്ക ഉപ്പേരിയും തേങ്ങാപ്പാൽ ഒഴിച്ച വഴറ്റിയെടുത്ത ഉരുളക്കിഴങ്ങ് കറിയും എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. കോവക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവക്ക 300 ഗ്രാം വാങ്ങിച്ച് കഴുകി മുൻഭാഗവും പിൻഭാഗവും മുറിച്ച് കളഞ്ഞ് കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിൽ പുറത്ത് വയ്ക്കുക. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഊറ്റിയെടുത്ത് നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ കോവക്കകൾ അരിഞ്ഞു വയ്ക്കുക. ഒരു വലിയ ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞു വയ്ക്കുക. 2 പച്ചമുളക് നെടുകെ കീറി വെളുത്തുള്ളിയും 2 എണ്ണം ചെറുങ്ങനെ അരിഞ്ഞിടുക. കറിവേപ്പില കഴുകിയെടുത്ത് കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിന് ഇടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇവ ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എല്ലാം നന്നായി യോജിപ്പിക്കുക. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊക്കെയുള്ള ചട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ ഇടുകയാണെങ്കിൽ അങ്ങനെ സ്റ്റൗവിൽ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വെന്ത് കഴിയുമ്പോൾ കടുകും 2 കായ്മുളക് നടുകെ കീറിയതും താളിച്ചതും കൂടി ചേർത്ത് യോജിപ്പിച്ച് വാങ്ങി വയ്ക്കുക. ആവശ്യമുള്ളവർക്ക് തേങ്ങ ചിരകി തേങ്ങാപ്പീര കൂടി ചേർത്ത് യോജിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വഴറ്റിയ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിനുവേണ്ടി 3 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി എന്നിവ ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വയ്ക്കുക. 2 പച്ചമുളക് നടുവേ കീറിയതും 1 വലിയ ഉള്ളി ചെറിയ സ്ലൈസാക്കി അരിഞ്ഞതും ചേർക്കുക. 3 വെളുത്തുള്ളി, 6 ചെറിയ ഉള്ളി ഇവ ചെറുങ്ങനെ അരിഞ്ഞു ചേർക്കുക. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇവയൊക്കെ ചേർത്ത് തീയിൽ വയ്ക്കുക. ആവശ്യത്തിന് കറിവേപ്പില കഴുകിയിടുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇവയെല്ലാം യോജിപ്പിച്ച് വഴറ്റുക. ശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് യോജിപ്പിച്ചിട്ട് 10 മിനിറ്റ് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ച് കഴിഞ്ഞതിന് ശേഷം കടുകും 3 കായ്മുളക് നടുവേ കീറിയതും കൂടി താളിച്ചിട്ട് ചേർക്കുക. 1/2 മുറി തേങ്ങ തിരുമ്മിയത് കുറച്ച് വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് 5 മിനിറ്റ് തിളപ്പിച്ച് വാങ്ങി വയ്ക്കുക. അവസാനം വേണമെങ്കിൽ എല്ലാം തിളച്ച് കഴിയുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് ഇളക്കുക. അപ്പോൾ നമ്മുടെ കോവക്ക ഉപ്പേരിയും ഉരുളക്കിഴങ്ങ് വഴറ്റി കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പപ്പടം കൂടി വെളിച്ചെണ്ണയിൽ ചൂടാക്കി വെച്ചിട്ട്